എടാ മണ്ടംകൊണാപ്പൻ മാധവ് സുരേഷേ, നീ എന്നെ അറിഞ്ഞോണ്ടായി വന്ന് കിടന്ന് വളവളാച്ചടിക്കുന്നേ? അല്ലെങ്കിൽ നിനക്ക് എന്നാത്തിൻ്റെ കേടാ? ഒന്നാമതേ നിൻ്റെ അച്ഛനെ കൊണ്ട് കേരളം പൊറുതി മുട്ടിയേക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ നീയൂടെ കിടന്ന് പൊളയല്ലേ ചാണക പുഴുവേ. ഇര ചമയുന്നവർക്കെതിരെ കേസെടുക്കണം പോലും. നീ എന്നാ കണ്ടുണ്ടോ കോപ്പിലെ വർത്തമാനം പറഞ്ഞേ? ആ അപകടത്തിൽപ്പെട്ടവൻ മനഃപൂർവ്വം ഇര ചമയാൻ വേണ്ടി മണിയമ്പിള്ളയുടെ വണ്ടിയിൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നോ? പോഴത്തരം പറയല്ലടാ പൊട്ടംകുണാപ്പാ. നീ ആ വീഡിയോ കണ്ടോ? അതോ ചുമ്മാ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിറങ്ങിയേക്കുവാണോ? മണിയമ്പിള്ളേച്ചൻ ഒരു നോട്ടവും ഇല്ലാതെ വണ്ടി എടുത്ത് ആ തിരക്കുള്ള റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ആ പാവങ്ങൾ വന്നിടിച്ചത്. പിള്ളേച്ചൻ എന്തൊരു വണ്ടി നിർത്താതെ അങ്ങ് പോയി. കണ്ടില്ലായിരുന്നോ വീഡിയോ? തന്നെയുമല്ല, രാവിലെ പോലീസ് വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ടേക്കുന്നു. അതും കൂടെ ഞാൻ ഫോണും സ്വിച്ച് ഓഫ്. പിള്ളേച്ചൻ പേടിച്ച് പോയി എന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ പേടിക്കാനുള്ളതാണ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട് അല്ലേ? എന്നിട്ടിപ്പോൾ പാവങ്ങളുടെ മണ്ടക്കോട്ട് കയറിക്കോ നീയൊക്കെ. എടാ, റൂൾ ഓഫ് തമ്പ് 1, കട്ട് റോഡിൽ നിന്നോ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഒക്കെ മെയിൻ റോഡിലോട്ട് വണ്ടി എടുക്കുമ്പോൾ റോഡ് ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. 2, അപകടം ഉണ്ടായാൽ വണ്ടി നിർത്തി എമർജൻസി കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുക. 3, ഇതേമാതിരി ഊളത്തരം പറയാനായിട്ട് ക്യാമറയുടെ മുന്നിലും പത്രക്കാരുടെ മുന്നിലും വന്നിരിക്കരുത് നിന്നെ പോലെ. പിള്ളേച്ചൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പുള്ളിക്കാരന് ചിക്കൻ കുനിയാണെന്നാണ്. ഇനി എന്നാക്കെ കേൾക്കേണ്ടി വരുവേ. പിള്ളേച്ചൻ ഈ കേസ് ഒഴിവാക്കാൻ ഏതറ്റം വരെ ഇനി പോവും. വേണേ അയാൾ നിന്നെ നിൻ്റെ അച്ഛനെയും വെച്ചിട്ട് ഒരു പുതിയ പടം നിർമ്മിക്കുകയും വേണം വെച്ച്. അതും ഞങ്ങൾ കാണണം. അപ്പോൾ പിന്നെ മന്ത്രി കുമാരന്മാർ ഇതേമാതിരി വാലും പൊക്കി ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല. എന്നെ കുഞ്ഞെ, പോയി വല്ല നല്ല കാര്യവും ചെയ്യാൻ നോക്ക്. അല്ല പിന്നെ വാ തുറക്കരുത്. അപേക്ഷ.